ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഡെലിവറി ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ച് കാണിച്ചു തരാം. ഞാനിങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ എൻ്റെ സാധനം, ഇവിടെ ബേബിൻ്റെ സാധനം. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതിനു ശേഷം അവരുടെ ഹോസ്പിറ്റൽ ഗൗണിലേക്കും ഇടുക. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വരുന്ന ആ ഒരു ദിവസം ലാസ്റ്റ് ഡേ എനിക്കിപ്പോൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വേണം, ഹോം കമ്മിങ് ഡ്രസ്സ്. ആ ഒരെണ്ണം മാത്രം എനിക്ക് മതി, ബാക്കി എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അതിടാൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇൻ ബിറ്റ്വീനുള്ള ഡ്രസ്സിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാനിതിപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫീഡിങ് ഡ്രസ്സ് അല്ലെങ്കിൽ മാറ്റേണിറ്റി ഡ്രസ്സ് എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു കോട്ടൻ്റെ കവത്താല ടൈപ്പ് കാണിച്ചു. ഈ ടൈപ്പ് 2 സൈഡ് സിബ് വരുന്ന ഈ ടൈപ്പ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഒരു 3 സെറ്റ് ഡ്രസ്സ് എടുത്ത് വയ്ക്കുക. 3 എണ്ണം മതിയോ, അതിൽ കൂടുതൽ വേണ്ട. കാരണം 1-2 ദിവസം ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത്. ആ ഒരു ഡ്രസ്സ് ഇത് ഞാൻ കൊണ്ടുപോകുന്നില്ല, ഞാൻ ഒരു ഹോം കമ്മിങ് ഡ്രസ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ വരുമ്പോൾ ഇടാൻ വിചാരിക്കുന്നത്. പിന്നെ ഇന്നർവേഴ്സ് എടുത്ത് വെക്കുക. ഇത് നഴ്സിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ ഫീഡിങ് ഗ്ലാസ് വേണമെങ്കിൽ വാങ്ങിക്കുക, അല്ല നോർമൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ചോയ്സ്. ഞാൻ നഴ്സിംഗ് ഗ്ലാസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എനിക്കൊരു ടവൽ, ഒന്നല്ല രണ്ടെണ്ണം ടവൽ. അപ്പം ഡ്രസ്സ്, ഇന്നർവിയേഴ്സ്, ടവൽ. അവിടെ കുറെ കുളിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എന്തായാലും ഞാൻ ടവൽ എടുത്ത് വെച്ചു. പിന്നെ പാഡ്, ഇത് മാറ്റേണിറ്റി പാഡാണ്. ഒരു പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. ആവശ്യമില്ലെങ്കിൽ മാത്രം നോക്കിയിട്ട് ഈ സെയിം മാറ്റേണിറ്റി പാഡിനെ വാങ്ങിക്കും. പിന്നെ അതെല്ലാം ആവശ്യമില്ലാതാണെങ്കിൽ നോർമൽ പാഡ് വാങ്ങാം. പിന്നെ എനിക്കൊരു വൈപ്സ്, വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ട് യൂസ് ഉണ്ടാവുമോ എന്നറിയില്ല, എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് അഥവാ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാം. എൻ്റെ സാധനങ്ങളാക്കിയുള്ളൂ. നമുക്ക് ബേബിൻ്റെ സാധനങ്ങൾ നോക്കാം. ഫസ്റ്റ് എന്നൊരു റിസീവിങ് കവർ, ലൈറ്റ് ബ്ലൂ കളറാണ് റിസീവിങ് കവർ. റിസീവിങ് ടവല്, പിന്നെ കുറച്ച് ജബ്ലാസ്. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഫ്രണ്ടിൽ ഇങ്ങനെ ടൈ ചെയ്യുന്ന, ഫ്രണ്ടിൽ കെട്ടുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള ജബ്ല. ഇതൊരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണേ വൈറ്റ് കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ കളേഴ്സ് ആണ്. പിന്നെ ടവൽസ്, ഹാൻഡ് ടവലായിട്ടോ ഫേസ് ടവലായിട്ടോ യൂസ് ചെയ്യാം. ഇത് ഇത്രയാണ്, ഈ ഒരു സൈസാണ് വരുന്നത്. ഇത് മസ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. ഇതൊക്കെ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചത് കേട്ടോ. എല്ലാം വാങ്ങി വാഷ് ചെയ്ത് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് ഉണക്കി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയപ്പേഴ്സ്. ഇത് സ്റ്റിക്കി ടൈപ്പ് അല്ല, സ്റ്റിക്കി ടൈപ്പ് വാങ്ങിക്കാമെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച സമയത്ത് എല്ലാവരും വന്ന് സ്റ്റിക്കി ആകുമ്പോൾ ലൂസായി പോവും, അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കില്ല. പാൻറ് ടൈപ്പ് തന്നെ വാങ്ങിച്ചു. അപ്പോൾ പാൻറ് ടൈപ്പ് എടുത്തിട്ട് ഒരു പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ക്ലോത്തിൻ്റെ നാപ്കിൻസ് അല്ലെങ്കിൽ ഡയപ്പേഴ്സ് യൂസ് ചെയ്യാൻ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റൽ യൂസിന് വേണ്ടി മാത്രം വാങ്ങിച്ചത്. പിന്നെ ഇത് വെറ്റ് വൈപ്സ്,
ഇതൊക്കെ ഫസ്റ്റ് ക്രൈ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. വെറ്റ് വൈപ്സ് വാങ്ങിക്കുമ്പോൾ പ്യോർ വാട്ടർ ഉള്ളത്, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളത് തന്നെ വാങ്ങിക്കുക. പിന്നെ ബൂട്ടി സെറ്റ്, ക്യാപ്പ്, ഇത് 2 മിറ്റൻസ്, സോക്സ്, ബൂട്ടീസ്. ഇതെന്തായിരുന്നു? ഇത് വാങ്ങിയ ബാത്ത് ടവലാണ്. ഇത് കോട്ടൺ ബാത്ത് ടവൽ. പിന്നെ 2 ബ്ലാങ്കറ്റ് ഉണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ക്രൈ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു ബ്ലാങ്കറ്റ്, പിങ്ക് കളർ ഒരു ബ്ലാങ്കറ്റ്, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഒരു ഇത് സാഡി ഡ്രാപ്പർ എന്നൊക്കെ പറയാം. ഇത് 2 കൂടെ കോംബോ ആയിട്ട് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ക്രൈയിൽ. പിന്നെ ഒരു ഡ്രൈ ഷീറ്റ്, ഇത് ഫസ്റ്റ് ക്രൈ തന്നെയാണ്, ബേബി ഹോബിൻ്റെ ആണ് ഡ്രൈ ഷീറ്റ്. ഇത്രയാണ് ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്വാഡി, ഇതിപ്പോൾ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. ഇത് ആഫ്റ്റർ ഡെലിവറി ആരെങ്കിലും എടുപ്പിക്കും, അതിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ. ഇപ്പോൾ പോകുമ്പോൾ ഈ ഒരു ട്രോളി, പിന്നെ ഒരു ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ട്. ഹാൻഡ് ബാഗിലുള്ളത് മേക്കപ്പ് പൗച്ചാണ്. ഇതിൽ കാര്യമൊന്നുമില്ല. മോയ്സ്ചറൈസർ, ഒരു ഫേസ് സിറം, ഐ പെൻസിൽ, ഐലൈനർ, ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, അതെ, കോംബ്. പിന്നെ മറന്നു പോകേണ്ട കൊണ്ടുപോകുന്ന സമയം മെഡിക്കൽ റെക്കോർഡ്സ്. ഇതും ഈ ഹാൻഡ് ബാഗിലേക്ക്. അതിന് വേറെ സാധനമാണ്. ഇത് ആധാർ കാർഡിന്റെ കോപ്പിയാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പാരന്റ്സിന്റെ ആധാർ കാർഡിന്റെ കോപ്പിയാണ്. അപ്പൊ അത് എടുത്തിട്ട് വെക്കുക. അതിലുണ്ടാക്കെ അപ്പം മെഡിക്കൽ റെക്കോർഡ്സും മേക്കപ്പ് പൗച്ചും ഈ ഒരു ഹാൻഡ് ബാഗില്. പിന്നെ ഈ ഒരു ട്രോളി, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, പിന്നെ എന്താണ് ടോയ്ലറ്ററി. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ എടുത്തിട്ടില്ല. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അതില്ലെങ്കിൽ മാത്രം എടുക്കുക. ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ഫേസ് വാഷ്, പിന്നെ ബോഡി വാഷ് അല്ലെങ്കിൽ സോപ്പ്, സ്ക്രബ്ബർ വേണമെങ്കിൽ അതൊക്കെ ഒരു ഓപ്ഷൻ ആണ്. പിന്നെ സാനിറ്റൈസർ, ഡെറ്റോൾ, മാസ്ക് ആവശ്യമില്ല. നമുക്ക് ഹോസ്പിറ്റലിലേക്കാണല്ലോ പോകുന്നത്, അവ എന്തായാലും ഉണ്ടാവും. പിന്നെ സ്ലിപ്പേഴ്സും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന പണ്ടില്ല, എന്നാലും ഞാൻ എടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാം ആയി. നിങ്ങൾ മറന്നില്ലല്ലോ അമ്മ? മറന്നില്ലല്ലോ. അമ്മയാണ് വീട്ടിൽ എടുക്കുന്നത്. ഇനി ഇതൊക്കെ വീണ്ടും അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു.